സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇവർ തമ്മിൽ അങ്ങ് ഇഷ്ടത്തിലായെന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത രീതിയിലൊരു ബന്ധത്തിലേക്ക് അങ്ങ് വഴിവിട്ടുപോയി. അതാണ് ഈ ഭർത്താവുമായിട്ടുള്ള, പിന്നെ ഭർത്താവ് ചെയ്യുന്ന എല്ലാം തെറ്റായിട്ട് ഈ പെണ്ണുങ്ങളിന് വരികയും അവരുമായിട്ടുള്ള അടിയാകുകയും ഇയാളുമായിട്ട് ഡിവോഴ്സ് ആയി പോവുകയും ചെയ്യും. ഈ വ്യക്തിക്ക് മക്കളും കാര്യങ്ങളൊന്നും ഇല്ല. ഇയാളവരോട് പറഞ്ഞു, എനിക്കങ്ങ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ നാട്ടിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു മനുഷ്യനെ പോലും ഫേസ് ചെയ്യാൻ വയ്യ. കാരണം ഇയാൾ ഒരാളെ സഹായിക്കാൻ പോയതാണ്. നാട്ടിൽ നിന്ന് വന്നൊരു പയ്യൻ ഏതോ ക്യാമ്പിൽ കിടന്നാണ്, അല്ലെങ്കിൽ ഏതോ ഒരു ഹോസ്റ്റലിൽ കിടന്നൊരു പയ്യനെ കൊണ്ടുവന്ന് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തുകയാണ്. അത് അവന് സ്വന്തം ഭാര്യ അടിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോൾ അയാൾക്കത് മറ്റൊരാളുടെ മുന്നിൽ അത് പറയാനൊരു മടി, അല്ലെങ്കിൽ മറ്റാൾക്കാരെ അത് ഫേസ് ചെയ്യാനൊരു മടി. എല്ലാവർക്കും അറിയാം നാട്ടിലെല്ലാം ഈ സംഭവം പാട്ടായി അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ അയാൾക്കത് നാട്ടിലോട്ട് പോകാൻ പോയതിൻ്റെ എത്രയോ വർഷമായിട്ട് നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരാളെ സഹായിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സഹായത്തിന് അപ്പുറത്തോട്ട് അവർക്കൊരു ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല ആൾക്കാർക്ക്. അപ്പം ഈ ഒരു രീതി മാത്രമല്ല, സാമ്പത്തികപരമായിട്ട് ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ മാനസികമായിട്ട് നഷ്ടങ്ങളുണ്ടാക്കാം. കാരണം പല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. ആൾക്കാരെ സഹായിക്കണം എന്നുള്ളതല്ല, സഹായത്തിന് ഒരു ലിമിറ്റ് വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് തന്നെ നഷ്ടം ഉണ്ടാകുന്നിരിക്കും. താങ്ക് യു.